ഹലോ ഗൈസ്, എനിക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ചാൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്, നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മൾ ഗൈസ് ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ആ സർപ്രൈസ് ഗൈസ് നമ്മളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൊരു ഗൈസ് വെള്ളത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ ഗൈസ് ഒരു ക്ലൂ തരാം, അത് വെള്ളം ഒഴുകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതെന്താത് കളിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും വെള്ളത്തിലോട്ട് ഇറങ്ങാം. ഓക്കെ, വെള്ളത്തിലോട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ വേഗം കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തായാലും ഡയറക്റ്റ് ഒന്ന് പോവുക. ഓക്കെ, കൂടെ താഴോട്ട് പോവുക, ഇവിടെ ഇങ്ങനെ പോകണം. ഓക്കെ, അങ്ങനെ ഗൈസ് ഫൈനലി ഗൈസ് നമ്മളങ്ങനെ വീണ്ടും ഒരു ഡാം ഉണ്ടായിരിക്കുകയാണ് ഗൈസ്, ഡാം. അപ്പോൾ ഗൈസ് ഈ ഡാം ഗൈസ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ പോലെ ഡാമല്ല, നമ്മൾ വീണ്ടും ഫസ്റ്റ് ഡാം ഉണ്ടാക്കിയല്ലോ അത് നമ്മുടെ മുല്ലപ്പെരിയാർ പോലെയൊക്കെ ആയിരുന്നു. ഇത് പക്ഷേ ഗൈസ് നമ്മൾ സാറ്റിസ്ഫിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ വയനാട്ടിലെ കാരാപ്പുഴ ഡാമായിട്ടാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളത് പറഞ്ഞല്ലോ, ഇത് നമ്മുടെ വയനാട്ടിലെ കാരാപ്പുഴ ഡാം പോലെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഗൈസ് ഈ സൈഡിൽ നിങ്ങൾ വിചാരിക്കുക രണ്ടൊരു ബോക്സിൽ അത് നമ്മൾ ഫസ്റ്റ് റൂമാക്കാൻ വിചാരിച്ചു. പിന്നെ ഗൈസ് അപ്പോൾ ആ റൂം നമുക്ക് ആക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഡോറൊക്കെ വെച്ചിരുന്നു, അത് പറ്റാത്തതുകൊണ്ട് ഗൈസ് നമ്മൾ ഈ ഒരു ഡാമിൻ്റെ മേലായിട്ട് നമ്മൾ വേറൊരു വീട് അവിടെയാണ് നമ്മൾ ഓപ്പറേറ്റ് ഏരിയ ഒക്കെ വെച്ചിട്ടുള്ളത്. ഷട്ടർ അടയ്ക്കാനൊക്കെ ഉള്ള ഒക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ 2 ബ്രിഡ്ജ് കെട്ടിയിട്ടുണ്ട് ഗൈസ്, 2 ബ്രിഡ്ജ് ഈ ഡാമിൻ്റെ അടുത്തായിട്ടല്ല. പിന്നെ ഇതാണ് നമ്മുടെ ഡാം ഓപ്പറേറ്റ്സ് ഏരിയ. അപ്പോൾ ഈ ഫസ്റ്റ് ഏരിയയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാം ഓപ്പറേറ്റ്സ് ഏരിയ തുറന്ന് കാണിച്ചു തരേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്തായാലും കുറച്ച് ലെതറേറ്റ്സിൻ്റെ അയ്യോ ഗൈസ് പാളി ഇല്ല. എന്തായാലും നമ്മൾ വേറൊരു എല്ലാ സംഭവത്തിൻ്റെ പേര് ഫെൻസസ് എടുത്തിട്ട് വെക്കേണ്ടി വരും കുറച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെതറിൻ്റെ എന്തോ ഒരു സംഭവമാണ് എടുത്തിട്ടുള്ളത്, അതൊരു വേറൊരു കളറ്. പിന്നെ ഒരു ബെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉറങ്ങും ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ് നമ്മളിപ്പോൾ തന്നെ ബെഡ് എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ ലിവർ ചെയ്യുന്ന സ്ഥലത്തല്ല ഗൈസ് നമ്മളിത് ഈ ഒരു ബെഡ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇതിൽ മാറ്റേണ്ടി വരും അത്. ഓക്കെ, നമുക്ക് എന്തായാലും മാറ്റാം. ഈ സൗണ്ടിലൊക്കെ ചെറിയ കുഴപ്പമുണ്ട് ഗൈസ്, കാരണം ഈ പനിയൊക്കെയാണ്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ കുറച്ച് പ്രശ്നം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഗൈസ്, ദ ബ്രിഡ്ജ്. ഇത് ഗൈസ് നമ്മൾ ചെറിയൊരു ഇതുപോലെ ചെയ്താൽ ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ വെറുതെ നമ്മൾ ഈ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്. നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ പോലത്തെ ഒരു ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഗൈസ് മുല്ലപ്പെരിയാർ കാരാപ്പുഴ ഡാമും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഡാമാണ്. അങ്ങനെ നല്ലൊരു സംഭവമാണ്. പിന്നെ എന്തായാലും ഈ ബ്രിഡ്ജ് ഇങ്ങനെ കയറി ഒരു കോണി കഴിക്കില്ല നേരെ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും സ്പീഡിൻ്റെ മോശമിടാം. അപ്പോൾ ഗൈസ് ഇങ്ങനെ പോവുക ഗൈസ്, അങ്ങനെ പോകാൻ പറ്റും ഗൈസ്. നിങ്ങൾ കാണുന്നത് നമ്മുടെ ഡാം ഓപ്പറേറ്റ്സ് റൂം. അപ്പോൾ ഗൈസ് ഇത്രയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. കണ്ട ഇവിടെ ഈ ഡാം ഓപ്പറേറ്റ്സ് ഏരിയ ഒൺലി ഡാം ഓപ്പറേറ്റ്സ് ഓഫീസർ ക്യാൻ എൻ്റർ എന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ. ഇല്ല നമുക്ക് ഇപ്പുറത്ത് ഗൈസ് വലിയൊരു ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ കൂടാതെ അപ്പോൾ ഗൈസ് ഇത് എപ്പോഴാണ് തുറക്കലുണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മൾ തുറക്കും ഗൈസ്. അതിന് ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ബ്രിഡ്ജ് കാണിച്ചാൽ ഈ ഒരു ബ്രിഡ്ജ് മറ്റേ ബ്രിഡ്ജിനേക്കാൾ കുറച്ച് വലിപ്പം കൂടുതലാണ് ഗൈസ്. വില്ലേജ് നല്ല വലിപ്പം കൂടുതലാണ്. നിങ്ങൾ ഇതിൻ്റെ പുറകോട്ട് കാണുന്നത് അതിൻ്റെ ഒരു 3D മാത്രം സംഭവമാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബ്രിഡ്ജ് കുറച്ച് നീളം കൂടുതലാണ്, വേറെ കാര്യം. ഓക്കെ, നമ്മുടെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ വഴി നേരെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിയില്ല നേരെ പോവുക. ഇനിയാണ് ഗൈസ് നമ്മളവിടെ ഡാം ഓപ്പറേറ്റ്സ് ഏരിയ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഫസ്റ്റല്ലേ ഗൈസ് ഒന്നുകൂടി നമ്മുടെ ഡാം കാണിച്ചു തരാം ഗൈസ്. എനിക്കല്ലേ എല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫിക്കേഷൻ തോന്നി. ഓക്കെ, നമ്മൾ തുറന്നു. ഓക്കെ ഗൈസ് ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടല്ലോ, ഈ വെള്ളം വന്നിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് കൂടെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഗൈസ് നമ്മുടെ ഡാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഇതാണ് ഗൈസ് നമ്മുടെ ഡാം ഓപ്പറേറ്റ് ഏരിയ. ചെറുതാണ്, പക്ഷേ നിങ്ങൾ കാണാൻ പറ്റും വലുതായിരിക്കും പുറത്തുനിന്ന്. ഓക്കെ ഇവിടെ നമ്മൾ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഷട്ടർ 1, ഷട്ടർ 2, ഷട്ടർ 3. പിന്നെ ഗൈസ് ഇതിൻ്റെ സെറ്റപ്പൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം. അല്ലെ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. സ്റ്റിക്കി പിസ്റ്റൾ എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റിക്കി പിസ്റ്റൾ എല്ലാവർക്കും അറിയായിരിക്കും.
നമ്മൾ മറ്റേ ഡാം ഇതുപോലെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇതൊന്ന് പൊളിക്കേണ്ടി വരും. അയ്യോ ഗൈസ് പാളി നമുക്ക് ഇതുപോലത്തെ എന്തായാലും ഒരു ബ്ലോക്ക് കൂടി ആവശ്യമുണ്ട്. കാരണം ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യണ്ട. അതുകൊണ്ട് ഈ ഒരു ബ്ലോക്ക് കൂടി നമുക്ക് ഒരു ബ്ലോക്ക് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ എടുക്കണോ? എടുത്തേക്കാം ഗൈസ്. ഓക്കെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗൈസ് എൻ്റെ സൗണ്ടെല്ലാം ഇങ്ങനെ മാറില്ലേ. ഞാനിപ്പോൾ കുറച്ച് ഉറക്കാൻ സംസാരിക്കില്ല. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ഈ ഒരു സിസ്റ്റം വരില്ലേ. അപ്പോൾ ഈ സിസ്റ്റം വരില്ല ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു ഏരിയ ഉണ്ടോ അത്ര ലീറ്റൊന്നുമല്ല, ചെറുതൊരു സംഭവം ചെയ്താണ്. ഓക്കെ ഇതാണ് നമ്മൾ വയർ കട്ട് ചെയ്തു. ഇനി ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റിക്കി പിസ്റ്റൾ. അപ്പോൾ ഗൈസ് ഉള്ളിൽ കൂടെ നമ്മൾ ചില സമയത്ത് ഈ ഒരു വെള്ളം നിറയും ഗൈസ്. വെള്ളം നിറയിട്ട് അടിയിൽ കൂടെ പോയിട്ട് ഗൈസ് നമ്മളെ വെള്ളം നിറഞ്ഞിട്ട് അതിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഗൈസ് ഇവിടെ ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം ചില സമയത്തൊക്കെ. അല്ല പക്ഷെ നമ്മളാ പരിപാടിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൽ ഗൈസ് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു സ്റ്റോൺ എടുത്തിട്ട് ഇതിലോട്ട് പോവുക. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഈ ഒരു ലിവറിൽ മുറിച്ച് കൊടുക്കുക. വില്ലേജ് ലെതറേറ്റിൽ ഒരു ബ്ലോക്ക് വെച്ചെടുത്ത് ചെറിയൊരു ഡിസൈൻ നമ്മൾ ഉള്ളിൽ കാണാൻ പറ്റും. നല്ലൊരു ഡിസൈനാണ്. പിന്നെ ഗൈസ് ഈ ഒരു കളർ മാറ്റിയിട്ട് വേറെ മഞ്ഞ കളറ് വെക്കലുണ്ട്. കമൻറ്റ് വരാം. മഞ്ഞ കളറിൽ അറിയുമ്പോൾ ഈ ഒരു ഷട്ടറിൻ്റെ ആ ഒരു സംഭവം നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗൈസ്. പിന്നെ ഗൈസ് നമ്മളിത് വെച്ചപ്പോൾ പറയാണ്ട് ഈ ഒരു കളറാണ് ഗൈസ് നമുക്കിൽ വെക്കാനുള്ള. വെക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ കമൻറ്റ് ചെയ്യലൊക്കെ നമ്മൾ ചെയ്യലായിരിക്കും. അപ്പോൾ മാറിപ്പോയില്ല എന്തായാലും ഗൈസ് നമുക്ക് ഈ ഒരു പറയുക പ്ലാങ്ക്സ് എടുത്തിട്ട് നേരെ ഈ ഒരു ബ്രൗണ് പ്ലാങ്ക്സാണ് ഞാൻ ഇപ്പോൾ എടുക്കില്ല. ഇട്ട് ഈ ഒരു ഭാഗം പൊളിച്ചിട്ട് ഗൈസ് നമ്മൾ വെച്ച്. അപ്പോൾ അടിയിൽ കൂടെ കണക്ഷനൊക്കെ വരുന്നത് നമ്മൾ കാണിച്ചല്ലോ. അപ്പോൾ ഗൈസ് ഈ ഒരു കളറിലോട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യലായിരിക്കും. ഓക്കെ അപ്പോൾ ഇനി ഗൈസ് നമുക്ക് എന്തായാലും പുറത്തോട്ട് പോയിട്ട് അവിടെ ഷട്ടറിൽ ഒന്നും കൂടി കാണിച്ചു തരാം. 3 ഷട്ടറാണ് ഗൈസ് ഉള്ളത് കേട്ടോ. ഒന്നുകൂടി ബെഡ് എടുക്കേണ്ടി ഗൈസ്. ബെഡ് നമ്മൾ ചെയ്ത് മാറി പോളാണ് ഗൈസ് അറിയാണ്ട്. ഷട്ടർ 1 ആയി, ഷട്ടർ 2 എല്ലാം. അപ്പോൾ അവൾ അടയ്ക്കുകയും ചെയ്യാം, നമുക്ക് തുറക്കുകയും ചെയ്യാം. ആ ഒരു രീതിക്കാണ്. തുറക്കുന്ന മേലോട്ടും അടയ്ക്കില്ല താഴോട്ടുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ മതി. അപ്പോൾ ഇതല്ലേ എത്ര 3 ദിവസം എടുത്തിട്ടാണ് ഗൈസ് നമ്മൾ ചെയ്തത്. ഗൈസ് വേറെ ഒരു മോഡും കാര്യങ്ങളൊന്നും ഗൈസ് നമ്മൾ കൊടുത്തിട്ടില്ല ഗൈസ്. ഇവിടെ എന്താ ഗൈസ് വെള്ളം ഗൈസ്. ഒരു ഷട്ടറിൽ 4 സ്റ്റിക്കി പിസ്റ്റം വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 4 സ്റ്റിക്കി പിസ്റ്റം വെച്ചിട്ടാണ് ഗൈസ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഷട്ടറിൽ 4. അപ്പോൾ ഏകദേശം 4 അത്യാവശ്യം 8 12 സ്റ്റിക്കി പിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ ഇവിടെ ഫസ്റ്റ് ഗൈസ് നമ്മുടെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. നിങ്ങളുടെ അവിടെ വെയിലാണോ മഴയാണെന്ന് പറയണം. ഇവിടെ വെയിലാണ് ഗൈസ് മൈൻക്രാഫ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മളിതാ ജലനിരപ്പ് അത്ര ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മളെന്ത് ചെയ്യും, ഈ ഒരു ജലനിരപ്പ് ഉയർന്നാലേ നമ്മുടെ ഡാമിന് കുറച്ചും കൂടി നല്ല വെള്ളം വരുള്ളൂ. ഇപ്പോഴും നല്ലോണം വന്നുകൊണ്ടിരിക്കില്ലേ ബോയ്സ്. പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ് ഇത്. അപ്പോൾ ഗൈസ് ഇതിലെന്തായാലും ഗൈസ് ഇത് തുറക്കുന്ന ഒരു വിഷ്വൽ കാണിച്ചാറുണ്ടേ. അപ്പോൾ നമ്മളെന്തായാലും തുറക്കാനായിട്ട് വേണം. ഷട്ടർ 1 തുറന്നു, ഷട്ടർ 2 തുറന്നു, ഷട്ടർ 3 തുറന്നു. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഷട്ടർ തുറന്നു വിട്ടു. അപ്പോൾ ഗൈസ് നിങ്ങൾ വിചാരിക്കില്ല അതെന്താ കട്ട് ചെയ്യലുണ്ടോ എന്ന് ഗൈസ്. ഒരു കട്ടില്ല ചെയ്യലില്ല. ഇത് ആ ഒരു ഇതെല്ലാം ചെയ്യില്ലേ. അപ്പോൾ വിശ്വാസം നിങ്ങൾക്കെന്താ വിശ്വസിച്ചാൽ പറ്റൂ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഇല്ല ജസ്റ്റ് ആ ഒരു ലിവർ പിടിച്ചിട്ട് ചെയ്തു. അപ്പോൾ 4 സ്റ്റിക്കി പിസ്റ്റൽ വന്നിട്ട് 12 സ്റ്റിക്കി പിസ്റ്റൽ ഓണാവുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. മറ്റേ നമ്മൾ 26 വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ ചെയ്തത്. പിന്നെ അവിടെ ഒരു വീട് കാണുന്നുണ്ടോ ഗൈസ്. ആ വീടൊന്നും അവിടെ അല്ല, ഒക്കെ വില്ലേജിലാണ്. പിന്നെ ഗൈസ് ഡാം ഒന്നും കൂടി കാണിച്ചു തരാം ഗൈസ്. പൊളിയാണ്. ഓക്കെ ഗൈസ് പൊളി സംഭവം കേട്ടോ ഡാം. അപ്പോൾ ഗൈസ് ഇതിലെന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. നിങ്ങളാരും കമൻറ്റ് ചെയ്യില്ല. നമ്മൾ ആ TLT വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളാരും ഒന്ന് കമൻറ്റ് ചെയ്യില്ല ഗൈസ്. ഓക്കെ എപ്പിസോഡ് 3 ആണ് ഗൈസ്. അവിടെ മറ്റേ സിറ്റി വേറൊരു മൊബൈലിലാണ് ഗൈസ്. ആ ഒരു നിങ്ങൾക്ക് ആ വീട് കാണാൻ ഇപ്പോൾ കൊതിയായുണ്ടാവും. പക്ഷേ ഗൈസ് ആ വീട് അവിടെ വേറൊരു മൊബൈലാണ്. ആ മൊബൈലിൻ്റെ ആ ഒരു വീട് നമ്മൾ ഇത് ചെയ്യലായിരിക്കും. ഓക്കെ ഇനി കുറച്ചും കൂടി കോടിയേറ്റ വെക്കാറുണ്ട് ഗൈസ് നമ്മുടെ ആ ഒരു വീട്ടിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീട് ഓട്ടം വരുന്നതായിരിക്കും. ബാക്കിൽ വീടുണ്ട് ഗൈസ്. അത് നമ്മുടെ എല്ലാം വില്ലേജിലായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തു ഗൈസ് ആ വീട്. അത് നമ്മൾ അവിടുന്ന് കളക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ അത് നടന്നില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ വേറെ വീട് വെച്ച് ഇതുപോലെ അത് ശരിക്കും അത്ര ഒന്നുമില്ല. ബാക്കോട്ട് എടുക്കാനാണ് അത്രയും കേട്ടോ.
ഓക്കെ ഗൈസ് നമ്മൾ ലൈറ്റൊക്കെ അടിച്ചു. ലൈറ്റ് അടിച്ചപ്പോൾ മറ്റൊരു ഡാർക്ക് പോലെ ഗൈസ്. പക്ഷെ അപ്പോൾ രാവിലെ ആവുന്ന ഗൈസ് നല്ല വ്യൂ ഉണ്ടാവും. ബാക്കിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് മുമ്പോട്ട് വരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.